സർജറി കഴിഞ്ഞിട്ട് പലപേരും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ അവർക്ക് ഭയങ്കര ദഹനം സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ട് വരാറുണ്ട്. അത് കുറെ കാലം നീണ്ടു നിൽക്കും. അത് ശരിയാണോ? സർജറി വേണ്ടി വരുന്നത് വളരെ ഒരു 10 അല്ലെങ്കിൽ 20% ഓഫ് ആൾക്കാർക്ക് മാത്രമാണ്. ഓരോ ഇയർ നോക്കുകയാണെങ്കിൽ ഉള്ള ആളുകളിൽ 100-ൽ 1-2% ആൾക്കാർക്ക് മാത്രമേ സിംറ്റംസ് വരുന്നുള്ളൂ. ഈ കല്ല് പിത്തസഞ്ചിന്ന് പിത്തക്കുഴലിലേക്ക് ജോയിൻ ചെയ്യുന്ന അവിടെ പോയി ബ്ലോക്ക് ആക്കിയിട്ടാണ് ഈ പെയിൻ വരുന്നത്. നമ്മൾ ആ പെയിൻ എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ഗ്യാസിലൊക്കെ ഉണ്ടാകുന്ന പോലത്തെ ഒരു പെയിൻ അല്ല. അതൊരു ടിപ്പിക്കൽ ഒരു 4 to 5 രാത്രിയൊക്കെ നമ്മളിപ്പോൾ ബിരിയാണി, നെയ്ച്ചോറ്, നല്ല ഗ്രേവികൾ, ബീഫിന്റെ മട്ടൻ്റെ ഒക്കെ ഗ്രേവികളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ഗോൾ ബ്ലാഡർ നന്നായിട്ട് കൺട്രാക്ട് ചെയ്യും. അപ്പോൾ ഈ കല്ലുകൾ ചിലപ്പോൾ അവിടെ പോയി സ്റ്റക്കായി നിന്നിട്ടാണ് ഈ പെയിൻ ഉണ്ടാക്കുന്നത്. ചിലപ്പോൾ ഉറങ്ങാൻ കഴിയില്ല. സാധാരണ അവർ അസിഡിറ്റി എന്ന് വിചാരിച്ചിട്ട് അസിഡിറ്റി ഗുളികകൾ കഴിച്ച് നോക്കും, അപ്പോഴും വിടില്ല. അപ്പോൾ അതാണ് ടിപ്പിക്കൽ ഈ പെയിൻ. ഈ പെയിൻ വന്നു കഴിഞ്ഞാൽ സാധാരണ അത് ഇഞ്ചക്ഷൻ വെച്ച് അല്ലെങ്കിൽ പെയിനുള്ള ഇഞ്ചക്ഷൻ വെക്കുക, അല്ലെങ്കിൽ രാവിലെ ആയാലൊക്കെയാണ് ഈ ഗോൾ ബ്ലാഡർ വീണ്ടും ഫില്ല് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഈ സ്റ്റോൺ ചിലപ്പം വീണ്ടും ഫോളോ ചെയ്യും. അപ്പോഴാണ് ഈ പെയിൻ പോകുന്നത്. ചിലർക്ക് അത് അവിടെ സ്റ്റക്കായി പോയി കഴിഞ്ഞാൽ പെയിൻ മാറില്ല. അങ്ങനെ അത് അടുത്ത ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇൻഫെക്ഷൻ, കുടലിന് ബാക്ടീരിയകൾ മൈഗ്രേറ്റ് ചെയ്തിട്ട് അവിടെ ഇൻഫെക്ഷൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതൊരു എമർജൻസി കണ്ടീഷനാണ്. ഇങ്ങനത്തെ കണ്ടീഷനിലാണ് നമ്മൾ സർജറി പറയുന്നത്. പിന്നെ ഇതുപോലെ 2-3 പ്രാവശ്യം ഇങ്ങനെ വീണ്ടും ഈ വേദനകൾ ഇതുപോലെ കഴിക്കുമ്പോൾ വരുന്ന ആളുകൾക്കും നമ്മൾ സാധാരണ സർജറി അഡ്വൈസ് ചെയ്യും. അതല്ലെങ്കിൽ അതിൻ്റെ കോംപ്ലിക്കേഷൻസിലേക്ക് പോവുക, അത് പിത്തക്കുഴലിലേക്ക് ചാടിയിട്ട് ബ്ലോക്ക് ഉണ്ടാക്കുക, പാൻക്രറ്റൈറ്റിസ് ഉണ്ടാക്കുക. ഇങ്ങനെയുള്ളവർക്കൊക്കെ നമ്മൾ ഇന്ന് ലാപ്രോസ്കോപ്പിക് ആയിട്ട് ഗോൾ ബ്ലാഡർ റിമൂവ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നമ്മളുടെ പേഷ്യൻസിനെ തന്നെ ഫോളോ അപ്പിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ടിപ്പിക്കൽ സിംറ്റംസ് ഉണ്ടായിരുന്ന പേഷ്യൻസിന് ഇതെടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ വേറെ ദഹന സംബന്ധമായിട്ട് ഒരു പ്രശ്നങ്ങളും നമ്മൾ കണ്ടിട്ടില്ല.